ഞാനിപ്പം നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോട്, കഞ്ഞിക്കുഴി പഞ്ചായത്ത് ചേലച്ചോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കി തങ്കപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇവിടെയുണ്ട്. ആ ചേട്ടൻ ചെറിയൊരു ഷോപ്പ് ഇവിടെ നടന്നുണ്ട്. ആ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലുള്ളത് ചെറിയ ഷോപ്പാണ്. ഇവിടെ ചേട്ടൻ പ്രത്യേകത ആ ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇടുക്കി തങ്കപ്പൻ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് മുളക്കാം. തങ്കപ്പൻ ചേട്ടാ, എന്താണ് ഇവിടെ ബിസിനസ് പരിപാടികളൊക്കെ? ബിസിനസ് ഇവിടെ നമ്മൾ കൈത്തൊഴിലാണ് കൂടുതൽ നടത്തുന്നതിൻ്റെ ഇവിടെ. എന്നാ കൈത്തൊഴിലാണെന്ന്? ഫോട്ടോ ഫ്രെയിം ചെയ്ത് നന്നാക്കല്, പിന്നെ ചെരുപ്പ് വന്നാൽ ചെരുപ്പും തയ്ക്കും. ഓ ശരി ശരി ശരി, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കാൻ കാരണം നമ്മൾ പുറത്തൊന്നും കണ്ടില്ല, അറിഞ്ഞ് ആൾക്കാർ വരുമ്പോഴത്തേക്കെല്ലാം അറിയാം. ഒരു പ്രാവശ്യം വന്നേക്കാം. ഇതാണ് ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചില്ല നോക്കി. കുട ബാഗ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഇരിപ്പുണ്ടോ, ശ്രദ്ധിക്കാൻ കേട്ടോ, സോറി. അപ്പം ചേട്ടന് ചെറിയൊരു കച്ചവടത്തോടൊപ്പം തന്നെ ഉപജീവന മാർഗം. ചേട്ടനെ ഇടുക്കി തങ്കപ്പൻ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ചുരുക്കുക. ഞാൻ 1963 ഇടുക്കി പണിയായിരുന്നു. പണികൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 25 സ്ഥലം മേടിച്ചു. അപ്പോൾ പണി കഴിയുമ്പോൾ വന്ന് കിടക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പണിക്കാരെ ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടെ വന്ന് ആൾക്കാർ ചോദിക്കും ഇടുക്കി തങ്കപ്പൻ്റെ സ്ഥലം ഏതാ ചോദിക്കും. അങ്ങനെ അവർ ആൾക്കാർ ചോദിച്ചു പിന്നെ അത് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പേര് പുറത്ത് കേൾക്കുള്ളൂ. എൻ്റെ പേര് പറഞ്ഞാലും വീട്ടുപേര് പറഞ്ഞാലും അറിയത്തില്ല. ഇടുക്കി തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ ഇടുക്കി എന്ന് പറഞ്ഞാൽ ആരും അറിയും. ഓ ശരി. ചേട്ടൻ കട തുടങ്ങിയിട്ട് എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തോളമായി ഈ ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ ആദ്യകാലത്ത് അതുകൊണ്ടാണ് ഈ ചേട്ടൻ ഇടുക്കി തങ്കപ്പൻ എന്ന് പേര് വരാനായിട്ടുള്ള കാരണം. ഈ കഞ്ഞിക്കുഴി 100 പേരുണ്ടെങ്കിൽ 99 പേര് എന്നെ അറിയുന്നവരാ. ഓ ശരി ശരി ശരി, അത്രയ്ക്ക് പഴക്കമുള്ള ഒരാളാണ്. ചേട്ടൻ എന്തെങ്കിലും പിന്നെ ചെറിയ ഷോപ്പൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ചേട്ടനിൽ. അപ്പം ചേട്ടൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ആൾക്കാരും ഒക്കെ വന്നു ഇരിപ്പുമുണ്ട്. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ഒരു എന്തെങ്കിലും ഒരു പാട്ട് 2 വരി പാടാൻ വല്ലതും അറിയാമോ? പാട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും ചുമ്മാ പഴയ പാട്ടുകൾ എന്തെങ്കിലും? പാട്ടെന്ന് പറഞ്ഞാൽ പാടാം. നമ്മുടെ നിലമണിഞ്ഞ സിനിമയ്ക്കകത്ത് പടിഞ്ഞാറേ മാനത്തുള്ള പനനീർപ്പൂൻ ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാനെനിക്കു ചിറകില്ലല്ലോ, ഓ അടിപൊളിയായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വന്ന് സ്വീകരിക്കല്ലേ, നമ്മൾ സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അല്ലേ ഒരു ആശ്വാസ ഗാനങ്ങളെന്നുള്ള നിലയ്ക്ക് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അറിയാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഈ പഴയ സിനിമയുടെ പാട്ടുകൾ ആദ്യത്തെ 2 വരിയാണെങ്കിലും കുറച്ച് വരിയാണല്ലോ നമുക്ക് ഒരു ദിവസം അത് നമുക്ക് പാടാം, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് ചേട്ടൻ്റെ ഒരു പരിചയപ്പെടുവാണ്. ഞാൻ ചെറിയൊരു ഷോപ്പ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോയും ചേട്ടൻ പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്, പഴയ പാട്ടുകൾ പാടാന്ന് പറഞ്ഞത്. വേണ്ട, നമുക്ക് പഴയ പാട്ടാണ് നമുക്ക് ആവശ്യം, പുതിയ പാട്ട് എല്ലാവർക്കും അറിയാം. പഴയ പാട്ട് അതാണ് വേണ്ടത്. നമ്മൾ വരുന്ന പുതിയ തലമുറയ്ക്ക് നമുക്ക് നമ്മുടെ പഴയ പാട്ടുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്നത് അതിന് നമ്മൾ ആവിഷ്കരണം ചെയ്യുവാണ്. കേൾക്കണം, കാരണം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലത്, പുതിയ തലമുറയ്ക്കൊന്നും അറിയത്തില്ല. അപ്പോൾ പഴയ നമ്മുടെ കാർന്നോമാർ തങ്കപ്പനെ പോലെയൊക്കെ ആദ്യകാല ആൾക്കാർക്കൊക്കെ അത് അറിയത്തുള്ളൂ. ഓ ചേട്ടാ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി ശരി.